ഒരു കമ്പനി IPO അനൗൺസ് ചെയ്തതിന് ശേഷം അത് ലിസ്റ്റ് ചെയ്യുന്ന വരെയുള്ളൊരു ട്രേഡ് ഒരു അൺഒഫീഷ്യലായിട്ടൊരു മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ശരിക്കും അത് ഡയറക്റ്റ് നമ്മുടെ NSE ആയിട്ട് PSE ആയിട്ട് അല്ലെങ്കിൽ സെബിയുടെ റെഗുലേഷൻ ഒന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ്. ഇത് ഗ്രേ മാർക്കറ്റും അൺലിസ്റ്റഡ് മാർക്കറ്റും രണ്ടാണ്. അൺലിസ്റ്റഡ് സ്പേസും രണ്ടാണ്. പലപ്പോഴും അത് ഒന്നാണെന്നുള്ള ചിന്തകളിലെല്ലാം വരാറുണ്ട്. മസ്റ്റായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ബിസിനസ് എന്താണ്, ആരാണ് അതിന് പ്രൊമോട്ടർ, അവരുടെ ഗ്രൂപ്പിൻ്റെ എന്താണ്, അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ എന്താണ്, അതുപോലെ തന്നെ ആ കമ്പനി എന്താണ്, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നൊരു ഇൻഡസ്ട്രി ആണോ എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. എത്ര കൂടുതൽ പെർസെൻറ്റേജിൽ അത് ലിസ്റ്റ് ചെയ്താലും അത്രയും ഗെയിൻ ഇവർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു IPO വന്നു, അതൊരു 10% ഗെയിനിൽ കിട്ടി. അതേ IPO തന്നെ ഒരു 80% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ സമയത്തേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കോ വേണമെങ്കിൽ മറ്റേ ഈ പ്രൊമോട്ടറുടെയും ഇവരുടെ എല്ലാം അസറ്റ് കൂടി കാണും അല്ലേ? ഓക്കെ, അതുണ്ടല്ലോ. കാരണം ഓക്കെ, അതിന് ആയിട്ട് ഇത്തിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത് നടക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു തുടക്കക്കാരൻ ഓഹരി വിപണിയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നായിരിക്കും IPO. എന്താണ് IPO, എങ്ങനെയാണ് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഗ്രേ മാർക്കറ്റ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് സനൽ സാറാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുടക്കക്കാരൻ ഓഹരി വിപണിയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് IPO ആയിരിക്കും. എന്താണ് ഈ IPO എന്ന് പറഞ്ഞാൽ ഒന്ന് ലളിതമായിട്ട് വിശദീകരിക്കാമോ? IPO എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ബേക്കറി ഉണ്ട്. ഓക്കെ, ആ ബേക്കറിക്ക് അവർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഔട്ട്ലെറ്റ് മാത്രമായിട്ടാണ് ആ ബേക്കറി പ്രവർത്തിക്കുന്നത്. അവർക്ക് ആ ജില്ല മുഴുവനോ അല്ലെങ്കിൽ കേരളം ഒട്ടുക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിലവിൽ അവരുടെ കയ്യിലുള്ള ഫണ്ട് കൊണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ചധികം ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും, ജനങ്ങളിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ IPO എന്ന് പറഞ്ഞത്. ഇത് ഒരു ബേക്കറിയുടെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. സാധാരണഗതിയിൽ നിലവിൽ ഒരു ലിമിറ്റഡ് കമ്പനി ലിസ്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ആ കമ്പനിക്ക് വീണ്ടും ഫണ്ട് ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാവാം, അതല്ലെങ്കിൽ നിലവിലുള്ള അതിൻ്റെ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ നേരത്തെ തന്നെ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴിയൊക്കെ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഏർലി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അവർക്കെല്ലാം അവരുടെ ഷെയർ വിൽക്കണം. ഈ രണ്ട് അവസ്ഥയിലുണ്ടാകുമ്പോഴും IPO വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ അതിൻ്റെ ഇഷ്യൂ നടത്തും. ഓക്കെ, മാർക്കറ്റിൽ ഇഷ്യൂ നടത്തിയിട്ട് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കും. ആ ഒരു പ്രോസസ്സാണ് ശരിക്കും IPO എന്ന് പറയുന്നത്. എങ്ങനെയാണ് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനി IPOയ്ക്ക് വെക്കുകയാണ്, നമ്മൾ അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? സാധാരണഗതിയിൽ IPO വരുന്ന സമയത്ത് രണ്ട് തരത്തിൽ വരാം. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇത് വരാം, അതായത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പുതിയ പ്രോജക്റ്റുകളിലേക്ക് ഒക്കെ ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യാം. ഓക്കെ, അതിന് സാധാരണഗതിയിൽ ഇതെന്ന് പറയും, അതായത് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയും. പുതിയതായിട്ടാണ് ഫ്രഷായിട്ട് ഇഷ്യൂ നടത്തുന്നത്. ആ സംഗതി വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനി ഫണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഫണ്ട് റൈസ് ചെയ്യുന്നു, അത് കമ്പനി യൂസ് ചെയ്യുന്നു. എന്ത് പർപ്പസിനാണോ അവർ ഇഷ്യൂ നടത്തുന്നത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അത് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വരും. അതല്ല, നിലവിലുള്ള ഏർലി ഇൻവെസ്റ്റേഴ്സ് അതല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അതല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയീസ്, ഇവർക്കെല്ലാം ഫണ്ട് ആവശ്യമുണ്ട്. ഇവർ നേരത്തെ തന്നെ ഇവരുടെ കയ്യിൽ ഷെയർ ഉണ്ടാവും. അപ്പോൾ ആ ഷെയർ മാർക്കറ്റിലേക്ക് ഇറക്കണം. അപ്പോൾ കാരണം അവർക്ക് പൈസ ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്തും ഇഷ്യൂ നടത്താറുണ്ട്. അങ്ങനെ വരുന്നതിന് ഓഫർ ഫോർ സെയിൽ എന്ന് പറയും. ഓക്കെ, OFS. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടും വരും. കമ്പനി IPO നടത്തുന്ന സമയത്ത് ഫ്രഷ് ഇഷ്യൂ ഉണ്ടാവും, ഒരു സൈസ് ഓഫർ ഫോർ സെയിൽ ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കമ്പനികൾ ഇഷ്യൂ നടത്താറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ IPOയ്ക്ക് വേണ്ടി സമീപിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അനാലിസിസ് ഒക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ ആ കമ്പനിയുടെ എന്താണ് ബിസിനസ് മസ്റ്റായിട്ട് നോക്കേണ്ടത്. അതിൻ്റെ ബിസിനസ് എന്താണ്, ആരാണ് അതിന് പ്രൊമോട്ടർ, അവരുടെ ഗ്രൂപ്പിൻ്റെ എന്താണ്, അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ എന്താണ്, അതുപോലെ തന്നെ ആ കമ്പനി എന്താണ്, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നൊരു ഇൻഡസ്ട്രി ആണോ എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽസ്. സാധാരണഗതിയിൽ ഈ IPO നടത്തുന്നതിന് മുൻപായിട്ട് ഇത് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ഇറക്കും. അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകളിലെല്ലാം ഈ പറയുന്ന IPOൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മെയിനായിട്ട്. അപ്പോൾ ആ ഫിനാൻഷ്യൽസ് നോക്കണം. കൺസിസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ ഒരു സെക്ഷൻ പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് സെയിൽസ് ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന് നോക്കണം. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കും.
അസറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ നോക്കും, നെറ്റ്വർത്ത് ഗ്രോ ചെയ്യുന്നുണ്ടോ നോക്കണം. അതേപോലെ തന്നെ പിന്നെ നോക്കേണ്ടത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയുണ്ട്, അത് ഒരു ഗ്രോയിങ് സ്റ്റേജോ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടൊരു 15% എബോവ് ഉണ്ടോ എന്ന് നോക്കാം. റിട്ടേൺ ഓൺ നെറ്റ്വർത്തും ഇതേപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇതേപോലെ ഈ 15% എബോവ് ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു IPOനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിലൊരു മെയിനായിട്ടും ആ കമ്പനി വരുന്ന കമ്പനിയുടെ ബിസിനസ്സാണ് നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നോക്കാവുന്ന, പക്ഷേ അത് മസ്റ്റായിട്ട് നോക്കേണ്ട ഇതല്ല. ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിയിട്ടും കൂടി ആളുകൾ ഇപ്പോൾ നിറയെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണഗതി ഗ്രേ മാർക്കറ്റിൽ ആ കമ്പനി എത്രയിലാണ് ട്രേഡ് ചെയ്യുന്നത്, എത്ര പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്, അങ്ങനെയും നോക്കാറുണ്ട്. എന്താണ് ഈ ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഇപ്പം മെൻഷൻ ചെയ്തല്ലോ, ഗ്രേ മാർക്കറ്റ് നോക്കിയിട്ടാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു IPO വരുമ്പം തന്നെ ആളുകൾ GMP നോക്കുന്നു, പക്ഷേ എല്ലാവർക്കും ഗ്രേ മാർക്കറ്റ് എന്താണെന്ന് അറിയത്തുണ്ടാവില്ല. അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഗ്രേ മാർക്കറ്റിൽ വരുന്നതിൻ്റെ ആ ഒരു ട്രേഡിൻ്റെ പ്രീമിയമാണ്. സാധാരണഗതിയിൽ ഒരു കമ്പനി IPO അനൗൺസ് ചെയ്തതിന് ശേഷം അത് ലിസ്റ്റ് ചെയ്യുന്ന വരെയുള്ളൊരു ട്രേഡ് ഒരു അൺഒഫീഷ്യലായിട്ടൊരു മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ശരിക്കും അത് ഡയറക്റ്റ് നമ്മുടെ NSE ആയിട്ട് PSE ആയിട്ട് അല്ലെങ്കിൽ സെബിയുടെ റെഗുലേഷൻ ഒന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ്. സാധാരണഗതിയിൽ ഒരു ലോക്കൽ ബ്രോക്കേഴ്സും മറ്റ് ഗ്രൂപ്പുകളൊക്കെ ചേർന്ന് നടക്കുന്ന ഒരു മാർക്കറ്റാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു IPO അനൗൺസ് ചെയ്തു, അപ്പോൾ അവർ പറയുകയാണ് 30 രൂപയ്ക്ക് മേലെയുള്ള റേറ്റിൽ 30 റുപ്പീസ് പ്രീമിയത്തിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 30 റുപ്പീസ് പ്രീമിയത്തിൽ നമ്മൾ ഈ ഇനിയിപ്പോൾ ആ ഒരു ഷെയർ ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടൊരു ബയറും അത് ആ റേറ്റിൽ വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സെല്ലറും ഒരു അൺഒഫീഷ്യലായിട്ടൊരു സ്പേസിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ബ്രോക്കർ ഗ്രൂപ്പുകൾ കാർട്ടലിൽ ഇരുന്നിട്ട് ഒരു നടത്തുന്ന ട്രേഡാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇപ്പോൾ നിറയെ നമ്മൾ അതെല്ലാം അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു IPO ഇഷ്യൂ വരുന്ന സമയത്ത് എത്ര രൂപ പ്രീമിയത്തിൽ അല്ലെങ്കിൽ എത്ര രൂപ പ്രീമിയത്തിലാണ് നടത്തുന്നത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രീമിയത്തിലാണ് നടത്തുന്നത്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റഡ് ലിസ്റ്റിംഗ് പ്രൈസ് ഇത്ര വരെ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രേഡ് സാധാരണ IPO അനാലിസിസ് ചെയ്യുമ്പോൾ നടക്കാറുണ്ട്. അത് നോക്കണ്ടെന്നല്ല, എങ്കിലും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ്, ആ ബിസിനസ് എന്താണ്, അതാണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം, ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം ഗ്രേ മാർക്കറ്റ് പ്രീമിയം മാത്രം നോക്കുക. കാരണം പലപ്പോഴും ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒരു ഓപ്പറേറ്റേഴ്സും കമ്പനിയും കൂടി ചേർന്നുകൊണ്ട് ഹൈപ്പ് നടത്താറുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ ചില ഇതൊക്കെ നടത്തുക, കാരണം അവർ ലിസ്റ്റിംഗ് കുറച്ചുകൂടി ബെറ്റർ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനും ഇതിനൊക്കെ ആയിട്ട് ഒരു ഇത് നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ വീഴാതിരിക്കുക. നമ്മൾ മെയിൻലി കമ്പനിയുടെ ബിസിനസ്സാണ് നമ്മൾ ഇതിനായിട്ട് നോക്കേണ്ടത്. ഒരു IPO ഔദ്യോഗികമായി ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ലക്ഷങ്ങളുടെ ബിസിനസ് അവിടെ നടക്കാറുണ്ട് എന്ന് കേൾക്കാറുണ്ടല്ലോ. എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? എങ്ങനെയാണ് ആളുകൾ അത് വിശ്വസിച്ച് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്? അത് ഇതിൽ ട്രേഡ് ചെയ്യുന്ന കുറച്ച് ബ്രോക്കേഴ്സും ഇവരെല്ലാവരും ഉണ്ട്. അത് നോർമലി ആളുകൾ അതിലേക്ക് പോവില്ല, കൂടുതലും ഇവരുടെ ഒരു കാർട്ടിലാണ് ഇത് പ്രധാനമായിട്ട് നടക്കുക. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ പറയാണ്, ഞാൻ ഇപ്പോൾ ഇന്ന ഷെയർ 100 രൂപയുടെ ഒരു ഷെയറാണ് IPO വന്നിരിക്കുന്നത്, എനിക്കത് ഡയറക്റ്റ് ഇത് ഒരിക്കലും ഷെയറിൻ്റെ ട്രേഡ് അവിടെ നടക്കുന്നില്ല കേട്ടോ, വെറും ക്യാഷ് ട്രാൻസാക്ഷൻസ് വെച്ചിട്ടുള്ള ബെറ്റിംഗാണ് നടക്കുന്നത്, അല്ലാണ്ട് റിയലി ഷെയർ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ 40 റുപ്പീസ് എബോവ് ഒരു രൂപയ്ക്ക് ഞാനത് വാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുകയും, അപ്പോൾ സെല്ലർ പറയുന്നു ഞാൻ 40 രൂപയ്ക്ക് വെക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ പറയുന്ന ജസ്റ്റ് ടോക്കിൽ ഫൈനലൈസേഷൻ വരുന്നു. അതിനുശേഷം ഈ പറയുന്ന ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് എന്ത് റേറ്റിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്, ആ ലിസ്റ്റിംഗ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്തുന്ന ഈ ബ്രോക്കേഴ്സും ഈ ബയറും സെല്ലറും തമ്മിലൊരു ക്യാഷ് സെറ്റിൽമെൻറ്റ് നടത്തുന്ന ഒരു ഇതാണ്. അത് ശരിക്കും അൺഒഫീഷ്യൽ അൺറെഗുലേറ്റഡ് ആയിട്ടൊരു സ്പേസാണ്. ഓക്കെ, അത് റിയൽ ഷെയറിൻ്റെ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നില്ല. റിയൽ ട്രാൻസാക്ഷൻ എപ്പോഴും നടക്കുന്നത് ഇതിൽ തന്നെയാണ്. ഇത് ഗ്രേ മാർക്കറ്റും അൺലിസ്റ്റഡ് മാർക്കറ്റും രണ്ടാണ്, അൺലിസ്റ്റഡ് സ്പേസും രണ്ടാണ്. പലപ്പോഴും അത് ഒന്നാണെന്നുള്ള ചിന്തകളിലെല്ലാം വരാറുണ്ട്. അൺലിസ്റ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇതിൽ IPOയ്ക്ക് മുൻപ് തന്നെ പറഞ്ഞു പ്രൊമോട്ടർമാരുടെയും ഈ പറയുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏർലി ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ എംപ്ലോയീസ്, ഇവരുടെ എല്ലാം ഈ സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് അവർ വാങ്ങണം വിൽക്കണം എന്നുള്ളവർക്ക് വിൽക്കാനും വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങണം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഈ അൺലിസ്റ്റഡിൽ സ്പേസിൽ ഇരിക്കുന്ന ബ്രോക്കേഴ്സും ഇവരെല്ലാം ഉണ്ട്. അതിൽ ത്രൂ ട്രാൻസാക്ഷൻസ് നടത്താം. അത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്
ഓക്കെ. ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് IPO എല്ലാം കഴിഞ്ഞ് NSEയിലോ BSEയിലോ ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊരു ഫ്രീ ട്രേഡ് ആയിട്ട് നമ്മളുടെ ഇതിലേക്ക് എത്തുള്ളൂ, എക്സ്ചേഞ്ചുകളിലേക്ക് എത്തുള്ളൂ, NSEയിലും BSEയിലും എത്തുള്ളൂ. അതിനെക്കാട്ടും മുന്നേ തന്നെ ഇപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സ്റ്റോക്സ് NSE ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടില്ല, ലിസ്റ്റിങ്ങിന് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അൺലിസ്റ്റഡ് സ്പേസിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അത് റിയൽ ട്രേഡുകളായിട്ട് നടക്കുന്നുണ്ട്, അത് ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് ഈ ലിസ്റ്റഡ് സ്പേസും അൺലിസ്റ്റഡ് സ്പേസും തമ്മിലുള്ളൊരു വ്യത്യാസം. അത് ഗ്രേ മാർക്കറ്റ് വ്യത്യാസം, രണ്ടും രണ്ടാണ്. അതുപോലെ ഈ വെബ്സൈറ്റുകളിൽ കാണുന്ന GMB വലിയ കമ്പനികൾ കൃത്രിമം കാട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്. അത്തരം ഒരു ആരോപണം സത്യമാണോ? അങ്ങനെ കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നിലവിൽ അത് നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു IPO വിജയിപ്പിക്കേണ്ടത് കമ്പനിയുടെ ആവശ്യം തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും. കാരണം IPO എത്രയും ആളുകൾ വാങ്ങുന്നു, എത്രത്തോളം അതിന് ഇത് കിട്ടുന്നു, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു, അത് IPO വിജയമായി. അപ്പോൾ എത്ര കൂടുതൽ പെർസെൻറ്റേജിൽ അത് ലിസ്റ്റ് ചെയ്താലും അത്രയും ഗെയിൻ ഇവർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു IPO വന്നു, അതൊരു 10% ഗെയിനിൽ കിട്ടി. അതേ IPO തന്നെ ഒരു 80% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ സമയത്തേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കോ വേണമെങ്കിൽ മറ്റേ ഈ പ്രൊമോട്ടറുടെയും ഇവരുടെ എല്ലാം അസറ്റ് കൂടി കാണും അല്ലേ? ഓക്കെ, അതുണ്ടല്ലോ. കാരണം ഓക്കെ, അതിന് ആയിട്ട് ഇത്തിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത് നടക്കും. ഓക്കെ, അപ്പോൾ അത് നിലവിലുണ്ട്. എല്ലാവരും ചെയ്യുന്നതല്ല, കുറച്ച് ആളുകൾ കുറച്ച് ഇവർ ചെയ്യുന്നുണ്ട്. സാർ നേരത്തെ സംസാരിച്ചതിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കാര്യവും പിന്നെ ഗ്രേ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചാൽ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് പറയാമോ? ഗ്രേ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഈ IPO അനൗൺസ് ചെയ്തത് മുതൽ ഒരു 10 ദിവസത്തെ ട്രേഡാണ് ഗ്രേ മാർക്കറ്റ് നടക്കുന്നത്. ഇവിടെ അൺലിസ്റ്റഡിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഷെയർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ്, നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ ഷെയറിൻ്റെ ആക്ച്വൽ ട്രേഡ് എപ്പോൾ വേണമെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റിങ്ങിനായിട്ട് മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലിസ്റ്റിങ്ങിന് ഈ പറയുന്ന കമ്പനി അനൗൺസ്മെൻറ്റ് നടത്തുന്നത് മുതൽ 10 ദിവസം ലിസ്റ്റിംഗ് വരെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നുള്ളൂ ഗ്രേ മാർക്കറ്റിൽ. ഓക്കെ, അതേപോലെ തന്നെ റിയൽ ഫിസിക്കൽ ഷെയർ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, പകരം ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമാണ് നടക്കുന്നത്. പ്രോഫിറ്റാണോ ലോസാണോ ബയറും സെല്ലറും തമ്മിൽ ആ ഒരു ഡിഫറൻസാണ് ഇവിടെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, കൂടുതൽ അതിനൊരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, അവർ മാത്രമാണ് അതിൽ നിൽക്കുന്നുള്ളൂ. സാധാരണ ജനങ്ങൾ അതിലേക്ക് പോകാറില്ല. സാധാരണ ജനങ്ങൾ IPO വരുന്നതിനെക്കാട്ടും പിന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റഡ് ലിസ്റ്റിംഗ് ഗെയിൻ ഇത്ര കിട്ടാൻ സാധ്യതയുണ്ടെന്നിട്ട് ഒരു 20% ഒക്കെ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് ഷെയർ ക്രെഡിറ്റ് ആയി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിൽക്കുന്നു, 20-25% വിൽക്കുന്നു, ഇതാക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ് IPO ആപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത് കൂടുതലും. ഈ രണ്ട് മാർക്കറ്റിൽ നമ്മൾ ഓഹരികൾ വാങ്ങുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ IPO വരുന്ന സമയത്ത് നമുക്ക് സാധാരണ ഇപ്പോൾ ബ്രോക്കേഴ്സ് ത്രൂ ആണല്ലോ എല്ലാം ചെയ്യുന്നത്. ബ്രോക്കേഴ്സ് അവിടെ ബ്രോക്കേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് അസ്പ വഴിക്കും വാങ്ങാൻ പറ്റും. 2 ഓപ്ഷനായിട്ടും വാങ്ങാൻ പറ്റും. കൂടുതലും ബ്രോക്കേഴ്സ് വഴിക്ക് IPO വരുന്ന സമയത്ത് ബ്രോക്കറുടെ വെബ്സൈറ്റിൽ ഇന്ന IPO അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അത് നമുക്കപ്പോൾ അപ്ലൈ ചെയ്യാം. ഏകദേശം ഒരു 14,500 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ഒരു IPOയുടെ ഒരു പ്രൈസ് ബാൻഡ് വരിക. അപ്പോൾ അത് ലോട്ടായിട്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ 1 ലോട്ട് 2 ലോട്ട് അല്ലെങ്കിൽ എത്ര ലോട്ടാണോ ഇൻഡിവിജ്വലിന് ഒരു കാറ്റഗറി ഉണ്ട്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് വേറെ കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഇതുണ്ട്, അതിനനുസരിച്ച് വാങ്ങാം. ബ്രോക്കർ ടെർമിനൽ ത്രൂ വാങ്ങാം, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ ആസ്പ ത്രൂ വാങ്ങാൻ പറ്റും. ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് എന്ന നിലയിൽ ഒരു നിക്ഷേപകൻ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് വേണമെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വേണമെങ്കിൽ അവർക്ക് IPO വഴി കുറച്ച് സ്റ്റോക്സ് ആദ്യം കാരണം മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ IPO കുറച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കിതാക്കാം. കാരണം IPOയിൽ എന്താ വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കമ്പനിയാണെന്നെല്ലാം നോക്കി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്കതിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. സാധാരണഗതിയിൽ അത് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് പൈസ വെച്ചിട്ട് നമുക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാം. അതല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് വിറ്റാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്ര കാലഘട്ടത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്
നമ്മൾ റെഗുലർ മാർക്കറ്റിലേക്ക് പൈസ ഇറക്കിക്കൊണ്ടിരിക്കാൻ തയ്യാറുണ്ടോ, അതൊരു വലിയൊരു ഫണ്ട് ഒരുമിച്ച് ഇറക്കിയിട്ട് അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണോ, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ വേണമെങ്കിൽ IPO വഴി അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഷെയർ മൂവ്മെൻ്റ് ഒക്കെ അത് കണ്ടുപഠിച്ചതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ നോർമൽ സ്റ്റോക്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക തോന്നുന്നു.